ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ IT സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനയാണ് അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ ലോകത്തെ ഏറ്റവും വലിയ IT കമ്പനിയായ അസഞ്ചറിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിരുന്നു. ക്വാർട്ടർലി റിസൾട്ടിന് മാർക്കറ്റ് മികച്ച റെസ്പോൺസ് നൽകുകയും ചെയ്തു. 2025 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗ്രോത്ത് ഗൈഡൻസ് 3 മുതൽ 6% ഉയർത്തിയതും എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഏണിംഗ് പെർ ഷെയർ $12.55 പെർ ഷെയറിൽ നിന്നും $12.91 പെർ ഷെയറായി ഉയർത്തിയതും മാക്രോ എക്കോണമിക് ടെയിൽ വിൻസും അസഞ്ചറിന് അനുകൂലമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ ഇന്ത്യൻ ADR സ്റ്റോക്കുകളും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. അസഞ്ചറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ 2024 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിക്ക് $81 ബില്യൺ പുതിയ ബുക്കിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്. ബുക്കിങ്ങിലും ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. കമ്പനിയുടെ റവന്യൂ ഇൻ ടേംസ് ഓഫ് ഡോളർ 3%, റവന്യൂ ഇൻ ടേംസ് ഓഫ് ലോക്കൽ കറൻസി 5% ഉയർന്നു. ഏണിംഗ് പെർ ഷെയറിൽ 24% വർധനവാണ് ഈ ക്വാർട്ടറിൽ കമ്പനിക്ക് നേടാൻ സാധിച്ചത്. കൂടാതെ കസ്റ്റമർ കോൺട്രാക്റ്റുകളുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാവുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് അസഞ്ചർ എന്ന കമ്പനി $1.48 പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. 2025 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗ്രോത്ത് ഗൈഡൻസ് ഉയർത്തിയത് IT സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം ഫോളോ ചെയ്യും എന്നാണ് മാർക്കറ്റ് പൊതുവെ വിശ്വസിക്കുന്നത്. തുടക്കത്തിൽ അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ ഇൻഫോസിസ് ADR ലിമിറ്റഡും വിപ്രോ ADR ലിമിറ്റഡും 2% മുകളിൽ ഉയർന്നു. പക്ഷേ മാർക്കറ്റ് ക്ലോസിങ്ങോടുകൂടി ആ നേട്ടം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ റെയിൽ സെക്ടറിലെ റൈറ്റ്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. റൈറ്റ്സ് കഴിഞ്ഞ ദിവസം 3.35% ഉയർന്ന് $365 അടുത്ത് ക്ലോസിംഗ് നൽകി. 17,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 41.22, ഡിവിഡൻഡ് ഈൽഡ് 2.4%, 52 വീക്ക് ഹൈ 412, 52 വീക്ക് ലോ 216. റൈറ്റ്സിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ ഒരു റിട്രോഫിറ്റ് വർക്കിൻ്റെ ലോവസ്റ്റ് ബിഡറായി റൈറ്റ്സ് എന്ന കമ്പനി മാറിയിട്ടുണ്ട്. റൈറ്റ്സിന് 87.58 കോടി രൂപയുടെ ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത്. 3 വർഷത്തിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. കോർപ്പറേറ്റ് ആക്ഷനും റൈറ്റ്സ് എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചിരുന്നു. ആഗസ്റ്റ് മാസത്തിൽ റൈറ്റ്സ് 1:1 എന്ന റേഷ്യോയിൽ ബോണസും $5 പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡും നൽകി. നവരത്ന സ്റ്റാറ്റസിലുള്ള റൈറ്റ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല. കമ്പനിയുടെ റവന്യൂ 9.7% ഇടിഞ്ഞ് $563 കോടിയിൽ നിന്നും $508 കോടിയിലേക്ക് എത്തി. ഇനി എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി ഏകദേശം 45% റിട്ടേൺ നൽകി. ഈ വർഷം മാത്രം 47% റിട്ടേൺ നൽകിയിട്ടുണ്ട്. 7 അനലിസ്റ്റുകളിൽ 4 അനലിസ്റ്റുകൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 2 അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റേറ്റിംഗും 1 അനലിസ്റ്റ് സെൽ എന്ന റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത്. റൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം 350 പ്രധാന സപ്പോർട്ടാണ്, 375 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. 375 എന്ന റെസിസ്റ്റൻസ് സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 400 എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.